ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മത്തി കൊണ്ട് ഒരു ഇലയിൽ വെച്ചിട്ട് ചുട്ടെടുക്കില്ലേ, അതുപോലെയുള്ള ഒരു ഇതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. പണ്ടൊക്കെ നമ്മൾ തീയിലിട്ട് ചുട്ടെടുക്കുന്ന ഇലയിൽ പൊതിഞ്ഞിട്ട് ചുട്ടെടുക്കാറ പതിവ്. ഇപ്പോൾ അതിന് തീയും അടുപ്പ് കത്തിക്കണില്ലല്ലോ, ഗ്യാസല്ലേ. അപ്പം നമുക്ക് തുടങ്ങാം. ഇതൊരു ചെറിയ കഷ്ണം ഇഞ്ചി ഇത്രയും വേണ്ടു, വെളുത്തുള്ളി കുറച്ച് ചുമന്നുള്ളി. ഓക്കെ, അപ്പം നമുക്ക് ഇതിലേക്ക് ചതച്ചെടുത്തിട്ടുണ്ട്. ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചിയും ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് മെയിനായിട്ട് നമ്മൾ ഇടുന്നത് ഉപ്പ്, പിന്നെ മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇത്രയും മതി. മുളക് പൊടി അധികം വേണ്ട. പിന്നെ ഇതിട്ടിട്ട് പുരട്ടി എടുക്കാൻ പോകണം. മുളക് പൊടി കുറച്ചും കൂടി ഇടാം, കളർ അങ്ങോട്ട്. അപ്പോൾ 1.5 സ്പൂണ് മുളക് പൊടി കേട്ടോ, ഇതേപോലെയുള്ള സ്പൂണുങ്ങ. 1.5 സ്പൂണ് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം കൂടി വെളിച്ചെണ്ണ ഒഴിക്കണം. ഇതിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പുരട്ടിയെടുക്കണം. അപ്പോൾ നമുക്കിത് ഇലയിലേക്ക് വയ്ക്കാം. അപ്പോൾ നമുക്ക് കണ്ടില്ലേ, ഇതേപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി തീ കത്തിക്കാം. നമ്മൾ പണ്ടൊക്കെ എങ്ങനെ ചട്ടിയിൽ നമ്മളെ ഇങ്ങനെ ഈ അടുപ്പിൽ, എൻ്റെ അച്ഛനൊക്കെ ഇങ്ങനെ ഈ നമ്മൾ ഗ്യാസ് അടുപ്പിമ്മ അല്ലാണ്ടേ വിറക് കത്തിച്ചുകൊണ്ട് നമ്മളിത്, എൻ്റെ അച്ഛൻ വാഴയിലൊക്കെ പൊതിഞ്ഞ് കെട്ടി കനലിലിട്ട് ചുട്ടെടുക്കാറുണ്ട് മീനൊക്കെ. അത് കൂടുതലും നമ്മുടെ ഈ പൊടിച്ചി മീനുകളാണ് ചെയ്യുക, ഈ പുഴ മീനുകൾ. ഈ മത്തിയൊന്നുമല്ല. പക്ഷേ ഞാനിപ്പോൾ ഇന്ന് മത്തി കിട്ടിയപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണതാണ് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ എല്ലാവരും, വെളിച്ചെണ്ണയൊക്കെ അത്യാവശ്യം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. എന്നാലും വേണമെങ്കിൽ ഒരു പൊട്ടും കൂടെ ഒഴിക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിത് ഇലകൊണ്ട് തന്നെ അടച്ചു വയ്ക്കാം. ഞാൻ വേപ്പിലിടാൻ മറന്നുപോയി. പിന്നെ വേപ്പിലിടണം. വേപ്പിലും കൂടെ ഇട്ടിട്ട് നിങ്ങൾ വെക്കുക. നല്ല മണം വരുന്നു. ചെറു തീയിൽ വെക്കണം കേട്ടോ, ആവിയിൽ വെന്ത് കിട്ടണം. അപ്പോൾ മൊരിയാനും കരിയാനൊന്നും പാടില്ല. ചെറിയ തീയിലിങ്ങനെ അങ്ങനെ വെക്കാനേ പാടുള്ളൂ. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം, എങ്ങനെയുണ്ട് നോക്കാം. നല്ല സ്മെല്ലാണ് കേട്ടോ. ഇനി വെളിച്ചെണ്ണ ആവശ്യം പോലെ ഉണ്ട്. കുറച്ച് ഒഴിച്ചിട്ടുള്ളെങ്കിലും ഇല വെച്ചേക്കണ കാരണേ ആ ഇലയുടെയും
മീൻ്റെയൊക്കെ സ്മെല്ല് വന്നിട്ടുണ്ടല്ലോ, മറ്റേ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പിന്നെ ബെസ്റ്റ് എന്താ. ഇനി ഒന്നും കൂടെ നമുക്കൊന്ന് അടച്ച് വെച്ച് നല്ലോണം ആവുന്നേ ഉള്ളൂ. ഒന്നും കൂടെ നല്ലോണം അടച്ച് വെച്ചിട്ട് വേവിക്കാം. ഹലോ ഫ്രണ്ട്സ്, നമുക്കൊന്ന് തുറന്ന് നോക്കാം. ആയി വരുന്നേ ഉള്ളൂ. ഫ്രണ്ട്സ്, നമുക്കൊന്ന് തുറന്ന് നോക്കാം എന്തായെന്നുള്ളത് നോക്കാം. വേണ്ട, ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അപ്പം നല്ല സ്മെല്ലും നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ഇതുപോലെ ഞാൻ പണ്ടൊക്കെ ചെയ്തിട്ടുണ്ട്, ഇതൊന്നും ചെയ്യാറില്ല, എന്നാലും കുഴപ്പമില്ല. ഓ, ഉടയാണ്ട് പതുക്കനെ എടുത്തിട്ട് വേണം മറിച്ചിടാനായിട്ട്. ഞാൻ ഇലയൊക്കെ അങ്ങോട്ട് എടുത്തു കുറച്ചായപ്പോൾ, അല്ലെങ്കിൽ ആ ഇല കരിഞ്ഞ് പ്രശ്നമാവും അടിയാവുമ്പോൾ. അല്ല, ഈ രാത്രി ആയ കാരണമാണ് ശരിക്കും കളറ് കിട്ടാത്തത്. അതിൻ്റെ ബെസ്റ്റ് ഇതായിട്ടുണ്ട്, വറുത്ത് മുരിഞ്ഞ് വന്നിട്ടുണ്ട്.